ഈ പുതിയ സാഹചര്യം കണക്കിലെടുത്ത് അടിയന്തര ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട്. PMO വിവരങ്ങളുമായി ശരത്ത് ചേരുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട പശ്ചിമേഷ്യയിലെ സംഭവ വികാസങ്ങൾ ചർച്ച ചെയ്യാനാണ് PMO ഓഫീസ് തന്നെ ഇത്തരമൊരു യോഗം വിളിച്ചത്. കാരണം പ്രധാനമന്ത്രിയെ ഇക്കാര്യത്തിൽ ബ്രീഫ് ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. എന്താണ് ഗൾഫിലെ എംബസിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം, ഇതൊക്കെ കോർഡിനേഷൻ ചെയ്യാനും ഇതൊക്കെ വിശകലനം ചെയ്യാനും കൂടി വേണ്ടിയാണ് ഇന്ന് പ്രധാനമന്ത്രി ഓഫീസിൽ 9:15 യോഗം വിളിച്ചിരിക്കുന്നത്. പുതിയ സേവാ തീരത്തിലാണ് യോഗം നടക്കുക. പ്രധാനമന്ത്രിയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും പ്രധാനമന്ത്രിയുടെ സുരക്ഷാ കാര്യത്തിലെ ഉപദേശകരുമായ അജിത് ഡോയലും അതേപോലെ തന്നെ വിദേശകാര്യ സെക്രട്ടറി, അതേപോലെ പ്രതിരോധ സെക്രട്ടറി എന്നിവരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ വെസ്റ്റ്, അതേപോലെ ഈസ്റ്റ് തുടങ്ങിയ വിദേശകാര്യ മന്ത്രാലയത്തിലെ സെക്രട്ടറിമാരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതൊക്കെ എന്തായിരിക്കും കാരണം പശ്ചിമേഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവവികാസങ്ങളിൽ ഇന്ത്യ ഏത് രീതിയിൽ പ്രതികരിക്കണം, അല്ലെ എന്തൊക്കെയാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ള ഒരു വിലയിരുത്തലാണ് അടിയന്തര യോഗത്തിൻ്റെ പ്രാധാന്യം. ആ യോഗത്തിന് ശേഷമായിരിക്കും ഇത് സംബന്ധിച്ച വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ പത്രക്കുറിപ്പ് പുറത്തിറങ്ങുക. ഏതായാലും വളരെ ഗൗരവപരത്തോടെ തന്നെയാണ് ഇന്ത്യ ഈ കാര്യം അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഇപ്പോൾ നോക്കിക്കാണുന്നത്. നേരത്തെ വളരെ സസൂക്ഷ്മമായി വീക്ഷിക്കുന്നു എന്ന് പറഞ്ഞതിലുപരി എന്താണ് ഇനി ഇന്ത്യ എന്ന രാജ്യം നിലക്ക ഈ രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്തായിരിക്കണം ഇന്ത്യയുടെ നിലപാട്, അല്ലെങ്കിൽ ഈ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ഏതൊക്കെ നയതന്ത്ര ഇടപെടലുകൾ ഇന്ത്യ നടത്തണം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഏകദേശമായിട്ടുള്ള ഒരു ധാരണ അല്ലെങ്കിൽ എന്തായിരിക്കും ഒരു വിലയിരുത്തൽ ഇന്നത്തെ യോഗത്തിലുണ്ടാവുമെന്ന് നമുക്ക് പറയേണ്ടി വരും. ഏതായാലും അജിത് ഡോയൽ ഇക്കാര്യത്തിൽ ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പ്രധാനമന്ത്രിയെ ധരിപ്പിക്കും എന്നാണ് ഏറ്റവും നമുക്ക് ഒടുവിലെത്തി വരും. ഏതായാലും വിദേശകാര്യ മന്ത്രിയും ഇക്കാര്യത്തിൽ വിവിധ ഏജൻസികളുമായിട്ട് സമ്പർക്കത്തിലുണ്ട്. ഏതായാലും ഗൾഫിനെ സംബന്ധിച്ചോളം ഗൾഫിലെ പരമോന്നത നേതാവ് ഖൊമേനിയുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോഴത്തെ PMO യോഗം ചേരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.